നിങ്ങൾ അറിഞ്ഞായിരുന്നോ കൊടൈക്കനാലിൽ ഒരു അടിപൊളി സ്റ്റേക്ക് ശേഷം പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് നമ്മൾ നാട് വിടാൻ പോവാൻ പാത്രത്തിൽ തന്നെ കുളിപാസാക്കിയതുകൊണ്ട് എല്ലാവരുടെയും മുഖത്തൊരു പ്രസന്നത ഉണ്ട്. നല്ലൊരു ബ്ലോക്ക് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് അഹാന്റെ വണ്ടി മുമ്പേ നമുക്ക് വഴിവെട്ടി പോകുന്നുണ്ട്. കോംബീസ് കിച്ചണിൽ നിന്ന് നല്ലൊരു പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ വണ്ടിയിലെടുത്ത് വന്നപ്പോഴാണ് ആ കാര്യം നമ്മൾ കണ്ടത്. ജെന്റിൽമാന്റെ BS6 സൈഡോൺ നമ്മുടെ വണ്ടിയുടെ തൊട്ടപ്പുറത്ത് വന്ന് കിടക്കുന്നു. വൈറ്റൈന്റെ ബാക്കിൽ വന്ന ശുട്രുമണികളെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മളെ വണ്ടിയിൽ വന്നവർ ഉണ്ടാക്കിയ പ്രഹസനം നമ്മൾ കണ്ടത്. ബാലരാമപുരം കളി കേവള എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് അനധികൃതമായിട്ട് നമ്മുടെ വണ്ടിയിൽ ആൾക്കാരെ കയറ്റാൻ നോക്കുകയായിരുന്നവർ. അപ്പോഴാണ് ജെന്റിൽമാന്റെ ശുട്രുമണികൾ ഫുഡൊക്കെ കഴിച്ച് വയറും വീപ്പിച്ച് നമ്മളെടുത്തോട്ട് വരുന്ന കാഴ്ച കണ്ടത്. വയറും വീപ്പിച്ച് ബോധമില്ലാതെ അവരുടെ വണ്ടി എടുത്ത് പോവേണ്ടി ഇവർ നമ്മളെ വണ്ടിയിലാണ് ഉമ്മര് പോയി കയറി. അങ്ങനെ കുറച്ച് തള്ളുവർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവർക്ക് ചാറ്റിങ് കൊടുത്ത് നമ്മൾ വണ്ടി എടുത്ത് അടുത്ത സ്ഥലം നോക്കി പോവേണ്. ഓടിയാലും തീരാത്ത ഹൈ റേഞ്ച് ആണ് കൊടൈക്കനാലിലെ ഹൈ റേഞ്ച് എന്നാണ് ശരത്തണ്ണ ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 2 മണിക്കൂർ ശരത്തണ്ണന്റെ തള്ളുകഥകൾ കേട്ടപ്പോൾ ഹൈ റേഞ്ച് ഒക്കെ ഇറങ്ങി തീർന്നു. വീഡിയോ എടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞെടുത്താലേ ശരത്തണ്ണന്റെ കൊച്ചു പേർ അകത്തോട് തള്ളിപ്പിടിക്കാൻ പറ്റുമെന്നാണ് ശരത്തണ്ണ ഇവിടെ നമ്മളടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഹാന്റെ പച്ച വണ്ടി ബൈപ്പാസിന് സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മളെ പിറകെ വച്ച് പിടിക്കുന്നുണ്ട്. അമ്പത്തെ മുന്തിരിപ്പാടത്തെത്തിയപ്പോൾ നമ്മൾ 2 വണ്ടികൾ നിർത്തി. നമ്മളെ വണ്ടിയിൽ വന്നൊരു മുന്തിരിപ്പാടം കാണാൻ പോയപ്പോൾ നമ്മൾ പോയത് ജ്യൂസ് കുടിക്കാൻ. അപ്പോഴാണ് ഇവിടെ സ്റ്റോപ്പ് ഇല്ലാതെ എന്നിട്ട് നമ്മളെ കണ്ട പുറത്ത് വണ്ടി നിർത്തിയിട്ട് നമ്മളെടുത്ത് കാര്യം പറയാൻ വന്ന കാഴ്ച കണ്ട് നമ്മൾ ഞെട്ടിപ്പോയി. അങ്ങനെ അവന്മാർക്ക് ടാറ്റ കൊടുത്ത് വണ്ടിയും പറഞ്ഞു വിട്ടിട്ട് നമ്മൾ ശരത്തണ്ണന്റെ നിർദ്ദേശപ്രകാരം ഒരു അപ്പൂപ്പന്റെ ഇടയിൽ കുലുക്കി സർബത്ത് കുടിക്കുക. അഹാന്റെ സാരഥിയാണെങ്കിൽ കണ്ണിമ വെട്ടാതെ അപ്പൂപ്പന്റെ കുലുക്ക് നോക്കിക്കൊണ്ടിരിക്കുക. കുലുക്കി സർബത്ത് ആദ്യം തനിക്ക് തന്നെ വേണമെന്ന് പറഞ്ഞ അഹാന് 2ാം പാപ്പ അപ്പൂപ്പന്റെ അടുത്ത് തന്നെ നിലയുറപ്പിച്ചു. നല്ല ദാഹം ഉണ്ടായിരുന്നതുകൊണ്ടാണോ അത് സർബത്തിന്റെ ടേസ്റ്റ് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഒറ്റ വലിക്ക് തന്നെ ഗ്ലാസ് ഞാൻ കാലിയായി. അവിടെ നിന്ന് നമ്മൾ 2 വണ്ടികളെടുത്ത് കുമളിയിലെ ഹൈ റേഞ്ച് ഒക്കെ ഓടി തേക്കടിയിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇടയിലെ ഫുഡെല്ലാം കഴിച്ചിട്ട് ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഓണറിന്റെ അടുത്ത് എത്തിയപ്പോഴാണ് ഓണർ നമ്മളെ വീഡിയോ കാണുന്ന പയ്യനാണെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞു. സുന്ദരനും സുമുഖനുമായ ഓണർ പയ്യൻ നമുക്കൊരു ഡിസ്കൗണ്ട് തന്നിട്ടുള്ള 2 വണ്ടിയിലും ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുന്ന ചെറിയ ഗ്യാപ്പിലും ശരത്തണ്ണന്റെ തള്ളുകഥകൾക്ക് അവസാനം ഉണ്ടായിരുന്നില്ല. അഹാന്റെ കളി ജീവനും കൊണ്ടാണ് ശരത്തണ്ണന്റെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ അവിടെ നിന്ന് വണ്ടി എടുത്ത് പരുന്തുംപാറ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് അഹാന്റെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. പ്രകൃതിയിൽ രമണിച്ചേച്ചിട്ട് സെയിം കളറാണ് അഹാന്റെ വണ്ടി. ചെറിയ റോഡിലെ ബ്ലോക്കിനെല്ലാം വഴിവെട്ടിക്കൊണ്ട് ജനറൽമാന്റെ വണ്ടി മുന്നേ പോകുന്നുണ്ടായിരുന്നു. ഓഫ് സീസൺ ആയിട്ട് കൂടി കിടിലൻ ടൂറിസ്റ്റ് ബസ്സുകൾ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്നുണ്ട്. അങ്ങനെ വരുന്നവർക്ക് ഓരോ ടാറ്റ വെച്ച് കൊടുക്കുന്നതായിരുന്നു നമ്മുടെ ക്യാബിലെ യഥാർത്ഥ പരിപാടി. ഓപ്പോസിറ്റ് ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകൾ വരുന്ന കാര്യം കണ്ടപ്പോഴും നമുക്കൊരു കാര്യം മനസ്സിലായി. പരുന്തുംപാറയിൽ നിന്ന് കലക്കും. നല്ല ഒച്ചത്തിൽ വോക്കലൊക്കെ ഇട്ട് പാറപ്പുറത്ത് അണ്ണാൻ കുഞ്ചി നിൽക്കുമ്പോൾ ട്രാവലർ ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ പാർക്കിംഗ് എത്തിയപ്പോൾ ദാണ്ടിടാൻ നിൽക്കുന്ന നമ്മുടെ പോലീസ് മാമന്മാർ. പോലീസുകാരെ കണ്ടപ്പോഴും വോക്കലിന്റെ കാര്യത്തിൽ ത്രികോണമായി എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞു. പിന്നെ സമാധാനപ്രിയരായ നമ്മൾ 2 വണ്ടികളും ഒരുമിച്ച് തന്നെ പാർക്ക് ചെയ്തിട്ട് എല്ലാവരെയും വട്ടം കൂട്ടി സംസാരിച്ചിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. നല്ല പൊളപ്പോ ഒരു ചായ കുടിച്ചിട്ട് പാർക്കിങ്ങിൽ വന്നപ്പോഴും നമ്മുടെ വണ്ടിയുടെ അടുത്തിരുന്ന ട്രാവലറുകാരും ഫുൾ ഒച്ചത്തിൽ പാട്ടൊക്കെ ഇട്ട് ഇവിടെ കിടന്ന് വൈബാക്കുന്ന കാര്യം നമ്മൾ കണ്ടത്. അത് കണ്ടപ്പോൾ മുതൽ നമ്മളെ വണ്ടിയിൽ വന്നവർ നമ്മൾ ഇരിക്കാനും കിടക്കാനും നിൽക്കാനും വിടാത്ത അവസ്ഥയിലായി. ഒടുവിൽ അവരുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. നമ്മളെ 2 വണ്ടിയുടെയും പ്രശ്നപ്പെട്ടില്ലേ മുന്നിൽ പോയി നിന്ന് വീഡിയോ എടുത്തോണ്ട് എന്റെ ഫോണിലെ മൈക്ക് മൊത്തത്തിൽ അങ്ങ് അടിച്ചുപോയി. നമ്മുടെ വണ്ടിയിൽ വന്നവർ മാത്രമല്ല, അപ്പുറത്തെ വണ്ടിയിൽ വന്നവരും ഇവിടെ നിന്ന് എല്ലാവരും കൂടിയാണ് നമ്മുടെ വണ്ടിയുടെ മുന്നിൽ വന്ന് ഡാൻസ് കളി. അങ്ങനെ പരുന്തുംപാറ മൊത്തത്തിൽ നമ്മളങ്ങ് തൂക്കിയിട്ട് കേരള റെസിഡൻസിൽ വന്ന് നമ്മുടെ പിള്ളേർക്ക് അൽഫാം മന്തി വാങ്ങി. രാത്രി 2 മണിയാവുന്നതിന് മുന്നേ തന്നെ നമ്മളവരെ സേഫ് ആയിട്ടുണ്ട് ഇറക്കി.